ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മസാല ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിനു മുന്നേ എല്ലാവരും സുഖമായിരിക്കുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ മസാല ചിക്കൻ നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചിക്കൻ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ വേണേലും കോമ്പിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2.5 കിലോ ചിക്കനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സവോള നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞൊന്ന് എണ്ണയിൽ വറുത്ത് മൂപ്പിച്ച് മാറ്റി വെക്കണം. അത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പാണ്. അതാണ് ഈ ചിക്കൻ കറിയുടെ സ്പെഷ്യാലിറ്റി. പെട്ടെന്ന് സവോള മൂത്ത് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നന്നായിട്ട് മൂത്ത് വരും. ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം സ്പൈസസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്കുള്ളത് ഇട്ട് കൊടുക്കാം. ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ്, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 3.5 സവോള എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, തക്കാളി ഇവയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവോളയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് ആ സവോളയും ചിക്കനും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. സിമ്മിലിട്ട് മിക്സ് ചെയ്യണം. ആ സവോളയിലേക്ക് ചിക്കൻ ഇട്ട് നമുക്കൊരു 5-6 മിനിറ്റ് ഒന്ന് ഇവ രണ്ടും കൂടെ മിക്സായിട്ട് വെന്ത് വരട്ടെ. ഒന്ന് അടച്ചൊന്നും വെക്കണ്ട, മൂടി വെക്കാതെ സിമ്മിലിട്ട് അങ്ങനെ ഇരിക്കട്ടെ. ആ സമയം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇവയൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ പൊടികളെല്ലാം കൂടെ വേകാൻ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പം ഞാൻ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളം ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഞാൻ ഗ്രേവിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചവെള്ളം മതി എങ്കിലും ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടെ തിളച്ച വെള്ളം ചേർക്കുമ്പോഴാണ് നമുക്ക് ചിക്കൻ്റെ കറക്റ്റ് രുചിയും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ആവശ്യത്തിന് വെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഈ ചിക്കൻ കറി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ. ചിക്കൻ അധികം വേവില്ലാത്തതുകൊണ്ട് ഒരു 10-15 മിനിറ്റിൽ കൂടുതൽ വേണ്ട. സിമ്മിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒരു 10-15 മിനിറ്റ് ആയപ്പോഴേക്കും സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത്. ഞാൻ ഒരു അരമുറി തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാൽ പോലെ. അത് തേങ്ങയാണെന്ന് മനസ്സിലാവത്തില്ല, തേങ്ങ കടിക്കാനൊന്നും കിട്ടത്തില്ല. നല്ല പോലെ അരച്ചെടുക്കാം. തേങ്ങാപ്പല്ല, നല്ല തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുത്തു. ആ മിശ്രിതം ഞാൻ ഈ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടെ തൂവിയതിന് ശേഷം സിമ്മിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തിളക്കരുത്, ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് അടിപൊളി മസാല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഇതുപോലെ തേങ്ങ അരച്ച ചിക്കൻ കറി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നോട് ഫീഡ്ബാക്ക് പറയണം.